ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ആമസോണിൽ നിന്നൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് നമ്മളുടെ ഗാരോയുടെ ലിന്റ് റിമൂവറാണ് കേട്ടോ. അപ്പം അത് ഞാൻ മേടിച്ചിട്ട് കുറച്ചായി, മാക്സിമം യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പം എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ 699 ആട്ടോ. പക്ഷെ എനിക്കൊരു 450ക്കാണ് കേട്ടോ ആമസോണിൽ നിന്ന് ഓഫറിൽ കിട്ടിയതായിരുന്നു. അപ്പം ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ സിമ്പിൾ ഒരു മെഷീനാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഓൺ ഓഫ് ബട്ടണും ഉണ്ട്. അപ്പം പ്ലഗ് ഇൻ ചെയ്തിട്ട് ജസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗ്രില്ലൊക്കെ ഹണികോം ലൈക്കാണ്. അപ്പം ഗാരോയുടെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര വെർത്താട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് 2 പിൻ വയർഡാട്ടോ. വയറിന് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മാനുവൽ ഉണ്ട് അങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ബ്രഷ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് ലിന്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ കോമ്പിൻ്റെ ഉള്ളിലൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് എടുത്തിട്ടൊന്ന് തട്ടി കൊടുത്താൽ അതൊക്കെ പോവും. അപ്പോൾ ഇത് മോൻ്റെ ഒരു പഴയ സോക്സാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഇതിൻ്റെ മുകളിൽ ഈ എന്താ പറയുക പൊന്തിയിട്ടുണ്ട് കേട്ടോ ലിന്റ്. നമുക്കത് റിമൂവ് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഓണാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ശബ്ദമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് റബ്ബ് ചെയ്യാത്ത ഭാഗം, ഇത് റബ്ബ് ചെയ്ത ഭാഗമാണ് കേട്ടോ. കണ്ടോ, നല്ല രീതിക്ക് അതിൻ്റെ മുകളിലുള്ള ഈ തൊപ്പ പൊന്തിയ പോലത്തെ ഇതൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, ഞാൻ കുറച്ച് ഭാഗമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ ബാക്കിയുള്ളതും കൂടി റിമൂവ് ചെയ്തിട്ട് കാണിച്ചതേ. അപ്പോൾ കണ്ടോ, ഇത് ഞാൻ റബ്ബ് ചെയ്ത ഭാഗം, ഇത് റബ്ബ് ചെയ്യാത്ത ഭാഗമാണ് കേട്ടോ. ഇവിടെ നല്ലോണം പോയിക്കുന്നു. നന്നായിട്ട് ചെയ്യാണ്ട്, ഞാൻ ഇപ്പോൾ ഒന്ന് ചെയ്ത് കാണിച്ചു തന്നതാണ്. ഈ ഭാഗം ചെയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പം ഇതിൻ്റെ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഈ ടോപ്പ് ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ ബ്ലേഡൊക്കെ ഇങ്ങനെ കാണാം. അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ, സോക്സിൻ്റെ ആ ത്രെഡൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് അതേപോലെ തന്നെ നമ്മൾ ഇട്ടിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ അത് ലോക്കാവും കേട്ടോ. ഇനി താഴെ ഭാഗത്ത് ഒരു പോർഷൻ ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചാൽ അതിങ്ങോട്ട് പോരും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ റബ്ബ് ചെയ്യുന്ന ഈ പൊടികളും നൂലിൻ്റെ ഇതൊക്കെ സ്റ്റോർ ചെയ്യുക കേട്ടോ. കണ്ടോ, സൈഡിൽ കണ്ടോ അതിൻ്റെ സോക്സിൻ്റെ പൊടികളൊക്കെ ബ്ലാക്ക്. അപ്പം നമ്മൾ ചിലപ്പം പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ കാണാൻ ചിലത് ഇങ്ങനെ ഇതേമാതിരി ഡ്രസ്സിൻ്റെ മുകളിൽ ഇങ്ങനെ തൊപ്പ പോലെ ഇങ്ങനെ പൊന്തി കിടക്കുന്നപ്പോൾ അതിനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എന്നിട്ട് ജസ്റ്റ് അതേമാതിരി ഒരു ക്ലിപ്പ് പോലെയാണ്, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് അവിടെ വെച്ച് അവിടെ ലോക്ക് ആയിക്കോളും. അപ്പം എനിക്ക് ഈ പ്രൊഡക്റ്റ് നല്ല അടിപൊളിയായി തോന്നി കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ടാറ്റാ.